ഹായ് ലേണേഴ്സ്, ഏവർക്കും നമസ്കാരം. ലളിതം മലയാളം 5 ക്വസ്റ്റ്യൻ സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നെറ്റ് മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാല ചോദ്യപേപ്പറുകളിലെ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള 5 ചോദ്യ മേഖലകളിൽ നിന്നുള്ള 5 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടേതായ ഭാഷയിൽ കുഞ്ഞു കുഞ്ഞു പോയിന്റുകളായിട്ട് നിങ്ങൾ നോട്ട് എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. അപ്പൊ 5 ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കൃത്യമായിട്ട് ഓരോ ചോദ്യം വരുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്ന ഉചിതമായിട്ടുള്ള ആൻസർ ഇതാണ് എന്ന് തോന്നുന്ന ഓപ്ഷൻ ഏതാണോ അത് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 5 ചോദ്യത്തിലെ എത്ര ചോദ്യം നിങ്ങൾ ശരിയാക്കി എന്നുള്ള കാര്യം കമന്റ് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിലും ഒരുപാട് കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യവും അത് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലും നെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ള 5 ചോദ്യ മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ പഠിച്ചിരിക്കണം, ആ പോയിന്റുകളും എക്സ്പ്ലനേഷനിലെ വിശദാംശത്തിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ? ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. കേരള ചരിത്രവുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഇപ്പൊ ലളിത മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിൽ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെയുള്ള ഫ്രീ ലൈവ് സെഷനിലെ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് ആയിരുന്നു കേരള ചരിത്രം എന്നുള്ളത്. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട് നെറ്റ്, സെറ്റ്, കേട്ടറ്റ്, HSSC തുടങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും വിശദീകരിച്ചിട്ട് നമ്മൾ ചോദ്യം ഉത്തരം എന്ന രീതിയിൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, എക്സ്പ്ലനേഷൻസും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമ്മുടെ കഴിഞ്ഞതാണ്. അപ്പൊ അത് അപ്പോഴും ആ ക്ലാസ്സിലും ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ട്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കലാപങ്ങൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ചോദ്യം നോക്കൂ. കേരളത്തിലെ വിഖ്യാതമായ സമരങ്ങൾ കാലക്രമം അനുസരിച്ച് ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. അപ്പൊ കാലക്രമം അനുസരിച്ച് ശരിയായ ഗണം തിരഞ്ഞെടുക്കുക. ഈയിടെയായിട്ട് നെറ്റിന്റെ പരീക്ഷാ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഗണം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കാലക്രമം അനുസരിച്ചിട്ടുള്ള ഗണം. അപ്പൊ പ്രസിദ്ധീകരിച്ച വർഷം, ഒരു കലാപം നടന്ന വർഷം, ഒരു സംഘടന സ്ഥാപിതമായിട്ടുള്ള വർഷം തുടങ്ങിയ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ കേരളത്തിൽ വിഖ്യാതമായിട്ടുള്ള സമരങ്ങളാണ് കാലക്രമം അനുസരിച്ച് ശരിയായ ഗണം. ആദ്യം നടന്നത് ഏതാണ്, പിന്നീട് നടന്നത് ഏതാണ് എന്നതനുസരിച്ചിട്ട് ശരിയായ ഗണം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, കുറിച്യ ലഹള, പാളയം സത്യാഗ്രഹം. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഓപ്ഷനിൽ ഉള്ളത്. ABCD എന്നിങ്ങനെ വ്യത്യസ്തമായിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആദ്യം നടന്നത് എന്നുള്ളത് ഒന്ന് നോക്കിയേ. ചോദ്യം ഒന്ന് എല്ലാവരും കുറച്ച് സെക്കൻഡ്സ് എടുത്തിട്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ഇത്തരത്തിലുള്ള ചോദ്യം വരുന്ന സമയത്ത് പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? എല്ലാത്തിന്റെയും ഇയർ അറിയാനായിട്ട് അറിയാം, അവർക്കറിയാം ഇന്നത് ഇന്ന വർഷമാണ് നടന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന വെപ്രാളത്തില് ഇതൊന്ന് എഴുതി നോക്കാനോ കൃത്യമായിട്ടുള്ള ഓർഡർ ഒന്ന് മനസ്സ് ശാന്തമായിട്ട് വായിച്ചു നോക്കാനോ ഇവർ ശ്രമിക്കില്ല. ആ വെപ്രാളത്തില് അറിയാവുന്നത് കൂടി തെറ്റിച്ചു വെക്കും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യം വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വർക്ക്ഷീറ്റ് ആയിട്ട് 2 ഷീറ്റ് തന്നിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിലൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക. നിവർത്തന പ്രക്ഷോഭം എന്നൊന്നും നീട്ടി വലിച്ച് എഴുതാനൊന്നുമില്ല. നിവർത്തനം ആദ്യം ഇയർ ഏതാണോ അത് നോക്കുക. പിന്നെ പുന്നപ്ര വയലാർ സമരം ഇയർ ഏതാണോ അതൊന്ന് എഴുതിയിടുക. പിന്നെ കുറിച്യ ലഹള, പാളയം സത്യാഗ്രഹം. അപ്പൊ തന്നെ നമുക്കൊരു ഓർഡർ കിട്ടും. അപ്പൊ ഏറ്റവും ആദ്യത്തെ സമരം ഏതാണോ അത് ഏത് ഓപ്ഷനിൽ ആദ്യം കിടക്കണേ എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. എന്നിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ വേണം ഉത്തരം കണ്ടെത്താനായിട്ട്. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കിയേ. നമുക്ക് തന്നിരിക്കുന്ന 4 സമരങ്ങൾ നമുക്ക് പരിചിതമായതാണ്. ഇതിൽ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഉണ്ട്. പാളയം സത്യാഗ്രഹം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിലെ വഴി നടപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരമാണ്. അപ്പൊ പാളയം സത്യാഗ്രഹം നടന്നത് 1947 ശേഷമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ തന്നിരിക്കുന്നതൊക്കെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് നടന്നിട്ടുള്ള സമരങ്ങളാണ്. അപ്പൊ പാളയം സത്യാഗ്രഹമാണ് അവസാനം നടന്നത് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് കഴിയും. അപ്പൊ പാളയം സത്യാഗ്രഹം അവസാനം വരുന്ന ഓപ്ഷനേ ഉള്ളൂ, എയും സിയും. അപ്പൊ എ ആണോ സി ആണോ എന്നുള്ള കാര്യം ആദ്യം നമ്മൾ നോക്കണ്ടു. അപ്പൊ നമ്മൾ ആദ്യത്തേൽ വരിക. നിവർത്തന പ്രക്ഷോഭത്തിന്റെ വർഷം ഏത്? അതിനു മുമ്പാണോ കുറിച്യ ലഹള നടന്നത്? പുന്നപ്ര വയലാർ സമരം എന്ന് പറയുന്നത് 1946 നടന്നതാണ്. അപ്പോ ഏത് പാളയം സത്യാഗ്രഹത്തിന് തൊട്ട് മുമ്പ് നടന്നതാണ് പുന്നപ്ര വയലാർ സമരം എന്നുള്ളത് അറിയാം. അപ്പൊ കുറിച്യ ലഹള എന്തായാലും അവിടെ വരില്ല. കുറിച്യ ലഹള അതിനു മുമ്പ് വന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു തോട്ട് ഉപയോഗിച്ചിട്ടും നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട്
സാധിക്കും. തന്നിരിക്കുന്നതിൽ ചിലപ്പോൾ നമുക്ക് രണ്ടെണ്ണത്തിന്റെ വർഷം അറിയുള്ളൂ എങ്കിൽ പോലും നമുക്ക് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ കലങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേതൃത്വം നൽകിയിരിക്കുന്ന വ്യക്തി അവ എന്തിനു വേണ്ടി നടന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൂടി നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എപ്പോഴും ചോദ്യം ചോദിക്കുന്നത് എന്താണ്? ഇത് നടന്ന വർഷം ഏതാണുള്ളതാണ്. അപ്പോ ഈ പ്രക്ഷോഭങ്ങൾ, ഈ സമരങ്ങളെല്ലാം തന്നെ നമ്മൾ എന്താണ് കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്താണ് ആൻസർ എന്ന്? എന്താണ് ശരിയായിട്ടുള്ള ആൻസർ? ചോദ്യം 1ന്റെ ശരിയായിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കുറിച്യ ലഹള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, പാലിയം സത്യാഗ്രഹം. അപ്പൊ കേരളത്തിലെ വിഖ്യാതമായിട്ടുള്ള സമരങ്ങളാണ് ഈ 4 സമരങ്ങളും. അപ്പൊ ആദ്യം നടന്നത് കുറിച്യ ലഹളയാണ്, പിന്നീടാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത്, അതിനുശേഷമാണ് പുന്നപ്ര വയലാർ സമരം നടന്നത്, ഏറ്റവും അവസാനം നടന്നതാണ് ഇത് പാലിയം സത്യാഗ്രഹം. ഇനി ഇവയുമായി ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്ന് പറഞ്ഞു പോവുകയാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളും അവയുടെ വർഷങ്ങളാണ്. അതും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കുറിച്യ കലാപം 1812-ലാണ് കുറിച്യർ കലാപം നടക്കുന്നത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ് കുറിച്യർ സമരത്തിന്റെ മുദ്രാവാക്യം. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ട് കേരളത്തിൽ നടന്ന സമരമാണ് ഏത് സമരം? കുറിച്യർ കലാപം. കുറിച്യർ കലാപത്തിന്റെ വർഷം ഏതാണ്? 1812 ആണ്. ഇനി രാമൻ തമ്പി എന്ന വ്യക്തിയാണ് കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ സമരം എന്ന പേരിലും പ്രസിദ്ധമായിട്ടുള്ള സമരമാണ് കുറിച്യ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ സമരം എന്നറിയപ്പെടുന്ന കലാപം കൂടിയാണ് കുറിച്യ ലഹള. 1812 മെയ് 8-ന് ബ്രിട്ടീഷുകാർ കുറിച്യ കലാപത്തെ അടിച്ചമർത്തി. 1812 മെയ് 8-നാണ് കുറിച്യ കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത്. അപ്പൊ കുറിച്യ ലഹളയുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. അടുത്തത് നിവർത്തന പ്രക്ഷോഭമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ച് നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പൊ നിവർത്തന പ്രക്ഷോഭം, ഈ പ്രയോഗത്തിന്റെ ഉപജ്ഞാതാവ് പ്രശസ്ത പണ്ഡിതനായിട്ടുള്ള I.C. ചാക്കോയായിരുന്നു. I.C. ചാക്കോയായിരുന്നു നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഈ ടൈറ്റിൽ ഇട്ടിട്ടുള്ള ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഈഴവർ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ തുടങ്ങിയ സമുദായക്കാർക്ക് ജനസംഖ്യാനുപാതികമായിട്ട് നിയമസഭയിലും ഉദ്യോഗങ്ങളിലും സ്ഥാനം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ഭരണ പരിഷ്കരണങ്ങൾക്കെതിരെ പ്രക്ഷോഭം ആരംഭിച്ചു. അപ്പൊ ഇതാണ് ഏത് കലാപം? നിവർത്തന പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപം. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായിട്ടുള്ള പ്രാതിനിധ്യം ലഭിക്കുവാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭമാണ് ഇത് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി. ഇതൊരു വട്ടം ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ്? കേരള കേസരി. 1932-ലാണ് നിവർത്തന പ്രക്ഷോഭം ആരംഭിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ് എന്നൊന്ന് നോക്കി വെച്ചോളൂ. NV ജോസഫ്, C കേശവൻ, PK കുഞ്ഞ്, TM വർഗീസ് എന്നിവരാണ് തിരുവിതാംകൂറിലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഇനി നിവർത്തനം എന്ന് പറയുന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് I.C. ചാക്കോയാണ് നമ്മൾ പറഞ്ഞു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ഉണ്ട്. PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ് കേട്ടോ. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമായിരുന്നത് അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏത് എന്നുള്ളതും ചോദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഏതാണ്? നമ്മൾ പറഞ്ഞു കേരള കേസരിയാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. അടുത്തതാണ് എന്താണ്? പുന്നപ്ര വയലാർ സമരം. അപ്പൊ തിരുവിതാംകൂറിന്റെ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിന്റെ പ്രഖ്യാപനം വന്നു. അപ്പോ അതാണ് പിന്നീട് പുന്നപ്ര വയലാർ സമരത്തിലെ കലാശിച്ചത്. 1946-ലാണ് പ്രശസ്തമായിട്ടുള്ള പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭമാണ് പുന്നപ്ര വയലാർ പ്രക്ഷോഭം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരുടെ ഭരണത്തിനെതിരെയാണ് എന്നുള്ള
ചോദ്യം പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആരായിരുന്നു? തിരുവിതാംകൂർ ദിവാനായിരുന്ന CP രാമസ്വാമി അയ്യരുടെ അമേരിക്കൻ മോഡൽ പ്രക്ഷോഭത്തിനെതിരെ നടന്ന അമേരിക്കൻ മോഡൽ ഭരണ സംവിധാനത്തിനെതിരെ നടന്നിട്ടുള്ള സമരമായിരുന്നു പുന്നപ്പറ വയലാർ സമരം എന്നുള്ളത്. ഇനി അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ചോദ്യവും പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. ഏതാണ്? പുന്നപ്പറ വയലാർ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ്. അപ്പൊ പിന്നെ പുന്നപ്പറ വയലാർ സമരകാലത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. അപ്പൊ തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം വന്നിട്ടുണ്ട്. എങ്ങനെ ചോദിച്ചാലും ശരിയായിട്ടുള്ള ഉത്തരം ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഈ പുന്നപ്പറ വയലാർ ഏത് ജില്ലയിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. ഇനി ഇതെല്ലാം പഠിച്ചു, ആ ഒരു പോയിന്റ് മാത്രം വിട്ടുപോയി എന്നുള്ളത് വേണ്ട. ഇനി ഈ പുന്നപ്പറ വയലാർ പ്രക്ഷോഭം പശ്ചാത്തലമാക്കിയിട്ട് ഒരുപാട് കൃതികൾ വന്നിട്ടുണ്ട്. പലപ്പോഴും അതും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഒന്ന് ഉഷ്ണരാശിയാണ്. ഉഷ്ണരാശി ആരുടെ നോവലാണ്? KV മോഹൻകുമാറിന്റെ നോവലാണ്. പിന്നെ തകഴിയുടെ പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് തലയോട്. പുന്നപ്പറ വയലാർ സമരം പശ്ചാത്തലമാക്കുന്ന കൃതിയാണ്. P കേശവദേവിന്റെ ഉലക്ക. പിന്നെ P ഭാസ്കരന്റെ വയലാർ ഗർജിക്കുന്നു എന്ന് പറയുന്ന കവിത. ഇതൊക്കെ എന്താണ്? പുന്നപ്പറ വയലാർ സമര പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളാണ്. ഇനി അടുത്തതാണ് ഏത്? പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിനെ കുറിച്ചിട്ട് തുടക്കത്തിലെ നമ്മൾ പറഞ്ഞു അല്ലെ? ഇനി സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിന് ശേഷം, സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അയിത്തോച്ചാരണത്തിന് വേണ്ടിയിട്ടും വഴിനടപ്പ് അവകാശം ലഭിക്കണമെന്നും എന്താ പറയാ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള സമരമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1947-48 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമാണ് നടന്നത് എന്നുള്ളതാണ്. അതായത് പാലിയം ക്ഷേത്രത്തിന് മുൻപിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും നിഷേധിച്ചതിനെതിരെ നടന്നിട്ടുള്ള സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. എറണാകുളം ജില്ലയിലാണ് ഇത് നടന്നത്. അപ്പൊ അത് പാലിയം സത്യാഗ്രഹം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുറിച്യ ലഹള, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്പറ വയലാർ സമരം, പാലിയം സത്യാഗ്രഹം. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡർ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങളും അവയുടെ വർഷവുമാണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, പഠിക്കുക. വർഷങ്ങൾ ആർക്കെങ്കിലും പഠിച്ചിട്ട് ഓർമ്മ നിൽക്കണില്ല എങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിൾ എവിടെയാണോ അതിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു A4 ഷീറ്റ് രണ്ടാക്കി മടക്കുക. എന്നിട്ട് ഒരു സൈഡിലും മറ്റേ സൈഡിലും ആയിട്ട് ഇത് എഴുതിയിടുക, ഒട്ടിക്കുക. ഡെയിലി രാവിലെ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, 3 മിനിറ്റ് എടുത്താൽ നമുക്കത് വായിക്കാവുന്നതേ ഉള്ളൂ. വായിച്ചു നോക്കി നോക്കൂ. ജീവിതത്തിൽ നിങ്ങൾ ഈ വർഷങ്ങൾ പഠിക്കില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്കിത് ഓർത്തു വെക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു ട്രിക്കാണ്. എനിക്ക് അത് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ്. അത് പിന്നീട് ഞാൻ ഒരിക്കലും ഇതൊന്നും മറന്നിട്ടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും കോഡ് അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ ഒക്കെ വെച്ചിട്ട് പഠിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് നമുക്കത് കിട്ടും. കേരളത്തിലെ പ്രധാനപ്പെട്ട സമരങ്ങൾ, പ്രക്ഷോഭങ്ങൾ, അവ നടന്നിട്ടുള്ള വർഷം നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണിത്. ആദ്യം ആറ്റിങ്ങൽ കലാപമാണ്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 1721. 1921 മലബാർ കലാപം അഥവാ മാപ്പിള ലഹള, വാഗൺ ട്രാജഡി ഒക്കെ നടക്കുന്നത്. അപ്പൊ ഒന്ന് 1721 മറ്റൊന്ന് 1921. പരസ്പരം കണക്ട് ചെയ്ത് പഠിക്കുക, ഒരിക്കലും നമ്മൾ മറക്കില്ല. ഇനി കുളച്ചൽ യുദ്ധം 1741. ഡച്ചുകാരുടെ ആധിപത്യം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ അവസാനിപ്പിച്ചിട്ടുള്ള യുദ്ധമായിരുന്നു ഏത്? കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധം കുളച്ചൽ യുദ്ധം 1741. അടുത്തത് പ്രസിദ്ധമായിട്ടുള്ള കുണ്ടറ വിളംബരം, വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം 1809. കുറിച്യർ കലാപം നമ്മൾ പറഞ്ഞതാണ് 1812. ചാന്നാർ ലഹള 1859. മാറുമറയ്ക്കൽ സമരം, മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ചാന്നാർ ലഹള 1859. മലയാളി മെമ്മോറിയൽ 1891. ഈഴവ മെമ്മോറിയൽ 1896. രണ്ടും കൂടി തെറ്റരുത്. ആദ്യം മലയാളി മെമ്മോറിയലും പിന്നെ ഈഴവ മെമ്മോറിയലാണ് വരുന്നത്. കല്ലുമാല സമരം 1905. മാപ്പിള ലഹള, വാഗൺ ട്രാജഡി 1921. അടുത്തത് വൈക്കം സത്യാഗ്രഹമാണ് 1924. ഇപ്പൊ ഇപ്പോഴും തെറ്റുന്നതാണ്. ആദ്യം വൈക്കം സത്യാഗ്രഹമാണോ ഗുരുവായൂർ സത്യാഗ്രഹമാണോ എന്നുള്ളത്. ആദ്യം വൈക്കം സത്യാഗ്രഹം 1924, പിന്നീടാണ് ഗുരുവായൂർ സത്യാഗ്രഹം വരുന്നത്. നിയമലംഘന പ്രസ്ഥാനം 1930, ഗുരുവായൂർ സത്യാഗ്രഹം 1931, നിവർത്തന പ്രക്ഷോഭം 1932, ക്ഷേത്രപ്രവേശന വിളംബരം 1936, പട്ടിണി ജാഥ 1936,
കല്ലറ പാങ്ങോട് സമരം 1938, കയ്യൂർ സമരം 1941. അപ്പൊ കയ്യൂർ സമരം 1941 പിന്നീട് വരുന്ന കരുവള്ളൂർ സമരം, കാവുമ്പായി സമരം, പുന്നപ്ര വയലാർ സമരം ഇവയെല്ലാം തന്നെ 1946 നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രക്ഷോഭങ്ങളാണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ തെറ്റരുത് കേട്ടോ. കയ്യൂർ സമരമാണ് 1941 നടക്കുന്നത്, ബാക്കിയുള്ളവയെല്ലാം നടക്കുന്നത് 1946 ഇനി കേരള സംസ്ഥാന രൂപീകരണം 1956 നവംബർ 1 കേരള പിറവിയാണ് എന്ന് നമുക്കറിയാം. വിമോചന സമരം 1959. അപ്പൊ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള സമരങ്ങളും അവയുടെ വർഷവുമാണ് നമ്മളിപ്പോൾ നോക്കിയത്. രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന ചോദ്യമാണിത്. അപ്പൊ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങൾ ഏതൊക്കെ, സ്ഥാപിതമായിട്ടുള്ള വർഷം, അതുപോലെ തന്നെ ആപ്തവാക്യം, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ പ്രധാനപ്പെട്ട വല്ല സംഘടനയാണ് വെച്ചെങ്കിൽ അതിന്റെ നിലവിലെ പ്രസിഡന്റ് ആര്, മുഖപത്രം ഏത്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട്. അത്തരത്തിലുള്ള ഒരു രണ്ടാമത്തെ ചോദ്യം. മലയാണ്മയുടെ സ്വർഗ കവാടം എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? സംഘടന, ഇത് ചോദ്യത്തിൽ തന്നെ സംഘടന എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. മലയാണ്മയുടെ സ്വർഗ കവാടം എന്നുള്ളത് ഏത് സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ സംഘടനയുടെ ആപ്തവാക്യമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ കേരള സാഹിത്യ അക്കാദമി, ഓപ്ഷൻ ബി കേരള സംഗീത നാടക അക്കാദമി, ഓപ്ഷൻ സി സമസ്ത കേരള സാഹിത്യ പരിഷത്ത്, ഓപ്ഷൻ ഡി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അപ്പൊ എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? മലയാണ്മയുടെ സ്വർഗ കവാടം എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് എന്നതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങളുടെ നോക്കിൽ ഒന്ന് എഴുതി നോക്കൂ, ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. എ ബി സി എന്നിലെ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? മലയാണ്മയുടെ സ്വർഗ കവാടം എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമാണ് മലയാണ്മയുടെ സ്വർഗ കവാടം എന്നുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. മലയാണ്മയുടെ സ്വർഗ കവാടം എന്നുള്ളത് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ആപ്തവാക്യമാണ് മലയാണ്മയുടെ സ്വർഗ കവാടം എന്നുള്ളത്. അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. അവ സ്ഥാപിതമായിട്ടുള്ള വർഷവും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളും അവ സ്ഥാപിതമായിട്ടുള്ള വർഷവുമാണ്. സ്ഥാപനങ്ങളും അവ സ്ഥാപിതമായിട്ടുള്ള വർഷവും നമുക്ക് നോക്കാം. കാരണം ഇത് ഓർഡർ അനുസരിച്ച്, കാലക്രമം അനുസരിച്ച് ക്രമീകരിക്കുക എന്ന രീതിയിലും മാച്ച് ദി ഫോളോയിങ് ആയിട്ടും സ്ഥാപിതമായിട്ടുള്ള വർഷം ചോദിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി നമ്മളിപ്പോൾ പറഞ്ഞു മലയാണ്മയുടെ സ്വർഗ കവാടം എന്നുള്ള ആപ്തവാക്യമുള്ള സാംസ്കാരിക സ്ഥാപനമാണ് കേരള സാഹിത്യ അക്കാദമി. കേരള സാഹിത്യ അക്കാദമി 1956 തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിലാണ് ആദ്യമായിട്ട് സ്ഥാപിതമാകുന്നത്. പിന്നീട് 1958 തൃശ്ശൂരിലേക്ക് അത് മാറ്റുന്നത്. അപ്പൊ നിലവിലെ കേരള സാഹിത്യ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. രാമവർമ്മ അപ്പൻ തമ്പുരാൻ സ്മാരക ലൈബ്രറി അയ്യന്തോൾ, തൃശ്ശൂരിലെ അയ്യന്തോളിലാണ് ഇത് സ്ഥാപിതമായിരിക്കുന്നത്. 1976 ഇത് സ്ഥാപിതമായത്. അപ്പൊ രാമവർമ്മ അപ്പൻ തമ്പുരാൻ ലൈബ്രറിയുടെ ഒരു പ്രത്യേകത ഇപ്പൊ മലയാള വിദ്യാർത്ഥികളായതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. പഴയകാല മാസികകളുടെയും കൃതികളുടെയും ഒരു വൻ ശേഖരം തന്നെ രാമവർമ്മ അപ്പൻ തമ്പുരാൻ സ്മാരകത്തിൽ ഉണ്ട്. നമുക്ക് പോയി റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി 1958. ഇനി കേരള കലാമണ്ഡലം തൃശ്ശൂർ ചെറുതുരുത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കേരള കലാമണ്ഡലം 1930 സ്ഥാപിതമായത്. കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1958 ഏപ്രിൽ 26 സ്ഥാപിതമായത്. കേരള ലളിത കലാ അക്കാദമി 1962 നവംബർ 22 സ്ഥാപിതമായത്. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂരാണ് കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. 1995 കേരള ഫോക്ലോർ അക്കാദമി സ്ഥാപിതമായത്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1981 കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമാകുന്നത്. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കോട്ടയം 1945 ഏപ്രിൽ 30 സ്ഥാപിതമായി. കേരള പ്രസ് അക്കാദമി കൊച്ചി കാക്കനാട് 1979 മാർച്ച് 15 സ്ഥാപിതമായത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പലപ്പോഴും പലരും തെറ്റിക്കാറുണ്ട് കേട്ടോ. തൃശ്ശൂർ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യാറുണ്ട് പല കുട്ടികളും. അത് തെറ്റാണ്. തിരുവനന്തപുരം
തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1990 ഓഗസ്റ്റ് 17 ഇത് സ്ഥാപിതമായത്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം 1968 സെപ്റ്റംബർ 16. ഇനിയുള്ളത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ആണ്. അതും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനങ്ങളും അവ സ്ഥാപിതമായിട്ടുള്ള വർഷവും നമ്മൾ നോക്കി. ഇനി ഈ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളായിട്ട് പ്രധാനമായിട്ടും 3 എണ്ണമാണുള്ളത്. ഒന്ന് സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ. കൃത്യമായിട്ട് എഴുതി വെക്കുക, ഒരു ബോക്സ് ഒക്കെ വരച്ച് എഴുതി വെക്കുക, എന്നിട്ട് കൃത്യമായിട്ട് പഠിക്കുക. സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടും മാച്ച് ദി ഫോളോയിങ് ആയിട്ടും ചോദിച്ചിട്ടുള്ളവയാണ് ഇവ. കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ ചക്രവാളം, സാഹിത്യ ലോകം, മലയാളം ലിറ്റററി സർവേ. അടുത്തത് കേരള സംഗീത നാടക അക്കാദമിയുടേതാണ് കേളി. കേരള സംഗീത നാടക അക്കാദമിയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? കേളി. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ ആസ്ഥാനമായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് കേരള ഫോക്ലോർ അക്കാദമി. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചതുർമാസികയാണ്, 4 മാസം കൂടുമ്പോൾ ഇറങ്ങുന്ന മാസികയാണ് പൊലി. ഇനി അടുത്തത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തളിര്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തളിര്. ഇനി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിജ്ഞാന കൈരളി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണമാണ് വിജ്ഞാന കൈരളി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രന്ഥാലോകം. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരെന്താണ്? ഗ്രന്ഥാലോകം എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ജീവചരിത്രവുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ജീവചരിത്രങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇന്ന ആളുടെ ജീവചരിത്രം എഴുതിയത് ആരാണ് എന്ന രീതിയിൽ ചോദ്യം വരാറുണ്ട്. അല്ലെങ്കിൽ ഇന്ന വ്യക്തിയുടെ ജീവചരിത്രങ്ങളുമായി ബന്ധപ്പെടുന്ന മാത്രം ഗണങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന രീതിയിലും ചോദ്യം വരാറുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ വ്യക്തികളുടെ പേര് കൃത്യമായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ, പലപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. അപ്പൊ ഈ ചോദ്യം നോക്കൂ. ഇംഗ്ലീഷിലെ മെൻ ഓഫ് ലെറ്റേഴ്സ് പരമ്പരയെ അനുകരിച്ച് കേരള ഭാഷ പ്രണയികൾ എന്ന പേരിൽ 8 ജീവചരിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ഓപ്ഷൻ എ MT കുഞ്ഞുണ്ണി, ഓപ്ഷൻ ബി തോമസ് പോൾ, ഓപ്ഷൻ സി N ബാലകൃഷ്ണൻ നായർ, ഓപ്ഷൻ ഡി K പരമപിള്ള. അപ്പൊ ഇംഗ്ലീഷിലെ മെൻ ഓഫ് ലെറ്റേഴ്സ് പരമ്പരയെ അനുകരിച്ച് കേരള ഭാഷാ പ്രണയികൾ എന്ന പേരിൽ 8 ജീവചരിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ കേരള ഭാഷാ പ്രണയികൾ എന്ന് പറയുന്നത് ജീവചരിത്ര ഗ്രന്ഥമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. ചിലപ്പോൾ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ചിന്തിച്ചു പോകാം. പക്ഷെ ഇതൊരു ജീവചരിത്ര സംഗ്രഹം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഈ കൃതി ഇംഗ്ലീഷിലെ മെൻ ഓഫ് ലെറ്റേഴ്സ് പരമ്പരയെ അനുകരിച്ചുകൊണ്ട് മലയാളത്തിൽ ഉണ്ടായതാണ് എന്നുള്ളതും ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ ചോദ്യത്തിൽ നിന്ന് തന്നെ 2 പോയിന്റ് കിട്ടിയേ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? കേരള ഭാഷാ പ്രണയികൾ എന്ന പേരിലുള്ള ജീവചരിത്രത്തിൽ 8 വ്യക്തികളെ കുറിച്ചിട്ടുള്ള ജീവചരിത്രങ്ങളുണ്ട്. അപ്പൊ ചോദ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ 3 പോയിന്റ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിന്റെ ആൻസർ എന്താണ് എന്നുള്ളത് ഒന്ന് നോക്കി പറഞ്ഞേ. ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? എല്ലാവരും ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി നോക്കൂ. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ ബി തോമസ്. കേരള ഭാഷാ പ്രണയികൾ എന്ന പേരിൽ 8 ജീവചരിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആരാണ്? തോമസ് പോൾ ആണ്. എത്ര പേരുടെ ഉത്തരം ശരിയായി? അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ 5 ചോദ്യത്തില് എത്ര ചോദ്യം നിങ്ങളുടെ ശരിയായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്നുള്ളത് 5 ഔട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ജീവചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ട വസ്തുതകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കേരള ഭാഷാ പ്രണയികൾ എന്ന് പറയുന്ന കൃതിയെയാണ്. എക്സ്പ്ലനേഷൻസിലേക്ക് നമുക്ക് കടക്കാം. കേരള ഭാഷാ പ്രണയികൾ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴായിട്ട് പല പേപ്പറുകളിലായിട്ട് ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ 30കളിലെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ജീവചരിത്ര രചനാ സംരംഭങ്ങളിൽ പ്രധാനപ്പെട്ട 2 എണ്ണം തോമസ് പോളിന്റേതായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളിൽ ഒന്ന് സാഹിത്യ പ്രണയികളാണ്. സാഹിത്യ പ്രണയികൾ 1930ലാണ് ഇത് പ്രസിദ്ധീകൃതമാകുന്നത്. സാഹിത്യ പ്രണയികൾക്ക് 5 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. 5 ഭാഗങ്ങളിലായിട്ടാണ് വിവിധ മലയാള സാഹിത്യത്തിലെ വിവിധ വ്യക്തികളെ കുറിച്ചിട്ട് ജീവചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് കേരള ഭാഷാ പ്രണയികളാണ്. 1932ലാണ് കേരള ഭാഷാ പ്രണയികൾ എന്ന് പറയുന്ന പുസ്തകം വരുന്നത്.
അപ്പൊ ദീപം പത്രാധിപരായിരുന്നു തോമസ് പോൾ. അപ്പൊ തോമസ് പോളിന്റെ ഈ ഉദ്യമം എന്ന് പറയുന്നത് കേരളീയരായ സാഹിത്യകാരന്മാരെ അവരുടെ ജീവചരിത്ര പശ്ചാത്തലങ്ങളിലൂടെ അവതരിപ്പിക്കുക എന്നതായിരുന്നു. അപ്പൊ സാഹിത്യ പ്രണയികൾക്ക് 5 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ഒന്നാം ഭാഗത്ത് ആരെയൊക്കെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത്? ഒന്നാം ഭാഗത്തിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, ഒ ചന്തുമേനോൻ, കൈക്കുളങ്ങര രാമവാര്യർ, ഡോക്ടർ കുണ്ടത്ത് എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സാഹിത്യ പ്രണയികളുടെ രണ്ടാം ഭാഗത്തിൽ കുമാരനാശാൻ, KC കേശവപിള്ള, കോട്ടയം കേരളവർമ്മ തമ്പുരാൻ, വിദ്വാൻ കോയിത്തമ്പുരാൻ എന്നിവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാം ഭാഗത്തിലാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ എന്നിവരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാലാം ഭാഗത്തിൽ കാത്തുള്ളിൽ അച്യുത മേനോൻ, കവിതിലകൻ, വരവൂർ ശാമു മേനോൻ, ചാത്തുക്കുട്ടി മന്നാടിയാർ, നടുവത്ത് അച്ഛൻ നമ്പൂതിരി എന്നിവരെ ഉൾക്കൊള്ളിച്ചിരിക്കുമ്പോൾ അഞ്ചാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ AR രാജരാജവർമ്മ, കോട്ടയത്ത് വിദ്വാൻ തമ്പുരാൻ, മൂലൂർ S പത്മനാഭ പണിക്കർ എന്നിവരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവരിൽ അധികം പേരുടെയും ജീവചരിത്രം തയ്യാറാക്കിയത് AD ഹരിശർമ്മയാണ്. തോമസ് പോളിന്റേതായിട്ട് 2 ജീവചരിത്ര കൃതികളാണുള്ളത് എന്ന് പറഞ്ഞു. ഒന്ന് സാഹിത്യ പ്രണയികളാണ്, മറ്റൊന്ന് ഏതാണ്? കേരള ഭാഷാ പ്രണയികളാണ്. തോമസ് പോൾ കേരള ഭാഷാ പ്രണയികൾ എന്ന പൊതു ശീർഷകത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ 8 ജീവചരിത്രങ്ങളിലെ കഥാപുരുഷന്മാരും ഗ്രന്ഥകർത്താക്കളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. ഒന്ന് കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ്. കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ്. അപ്പൊ കുഞ്ഞുകുട്ടൻ തമ്പുരാനെ കുറിച്ചിട്ടുള്ള ജീവചരിത്ര ഗ്രന്ഥം തയ്യാറാക്കിയത് കോയിപ്പള്ളി പരമേശ്വരനാണ്. ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോനെ കുറിച്ചിട്ടുള്ള ജീവചരിത്രം തയ്യാറാക്കിയത് AD ഹരിശർമ്മയാണ്. പന്തളത്ത് കേരളവർമ്മ തമ്പുരാനെ കുറിച്ചിട്ടുള്ള ജീവചരിത്രം തയ്യാറാക്കിയത് AD ഹരിശർമ്മയാണ്. ഒ ചന്തുമേനോനെ കുറിച്ചിട്ടുള്ള ജീവചരിത്രം തയ്യാറാക്കിയത് മൂർക്കോത്ത് കുമാരനാണ്. ഇത് പലപ്പോഴും ചോദിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരെ കുറിച്ചിട്ടുള്ള ജീവചരിത്രം തയ്യാറാക്കിയത് മൂർക്കോത്ത് കുമാരൻ. VC ബാലകൃഷ്ണ പണിക്കരെ കുറിച്ചിട്ടുള്ളത് തയ്യാറാക്കിയത് കുന്നത്ത് ജനാർദ്ദന മേനോൻ. കുമാരനാശാനെ കുറിച്ചിട്ടും കുന്നത്ത് ജനാർദ്ദന മേനോൻ തന്നെയാണ് ജീവചരിത്രം തയ്യാറാക്കിയത്. ഉണ്ണായി വാര്യരെ കുറിച്ചിട്ടുള്ള ജീവചരിത്രം തയ്യാറാക്കിയത് ആരാണ്? TK രാമൻ മേനോനാണ് ഉണ്ണായി വാര്യരെ കുറിച്ചിട്ടുള്ള ജീവചരിത്രം തയ്യാറാക്കിയത്. അപ്പൊ കേരള ഭാഷാ പ്രണയികൾ എന്ന പൊതു ശീർഷകത്തിൽ പ്രധാനമായിട്ട് 8 ജീവചരിത്രങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ആരെ കുറിച്ചിട്ടൊക്കെ ഉള്ളതാണ്? 8 എണ്ണം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ, പന്തളത്ത് കേരളവർമ്മ തമ്പുരാൻ, ഒ ചന്തുമേനോൻ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, VC ബാലകൃഷ്ണ പണിക്കർ, കുമാരനാശാൻ, ഉണ്ണായി വാര്യർ. അപ്പൊ കേരള ഭാഷാ പ്രണയികൾ എന്നുള്ള ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവചരിത്രം ആരുടേതൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവചരിത്ര കർത്താക്കൾ ആരൊക്കെയാണ്, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. കൃത്യമായിട്ട് ഈ 8 വ്യക്തികളെ കുറിച്ചിട്ടും ഈ 8 വ്യക്തികളെ കുറിച്ചിട്ട് ജീവചരിത്ര ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് എന്നതിനെ കുറിച്ചിട്ടും പഠിച്ചേക്കണം. കഥാപുരുഷന്മാർ ആരൊക്കെയാണ്, ഗ്രന്ഥകർത്താക്കൾ ആരൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചേക്കാനായിട്ട് ശ്രമിക്കണം. മുൻകാല ചോദ്യ പേപ്പറുകളിൽ ചോദ്യം വന്നിട്ടുള്ളതാണ്. 4ാമത്തെ ചോദ്യം, സംഘകാല ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷയ്ക്ക് ഒട്ടനവധി ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ എളുപ്പത്തിൽ കുറച്ച് പോയിന്റുകൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാവുന്ന ഒരു മേഖലയാണ് സംഘസാഹിത്യം അല്ലെങ്കിൽ സംഘകാല ജീവിതം എന്നുള്ളത്. ചോദ്യം നോക്കൂ, മടലേറൽ എന്നത്, അത്രയേ ഉള്ളൂ ചോദ്യം. മടലേറൽ എന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ A മധ്യകാല കേരളത്തിലെ നികുതി. ഓപ്ഷൻ B പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച പീരങ്കി. ഓപ്ഷൻ C പൊതുവഴിയിൽ നടക്കാനുള്ള സമരം. ഓപ്ഷൻ D സംഘകാലത്തെ സത്യാഗ്രഹ രീതി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? മടലേറൽ എന്നത് ഏതാണ്? അപ്പൊ മുൻകാല ചോദ്യ പേപ്പറുകൾ ഡിസ്കസ് ചെയ്തുള്ളവർക്ക് അറിയാം, അല്ലെങ്കിൽ ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള ഫ്രീ ലൈവ് സെക്ഷനിലെ കേരള ചരിത്രം എന്നുള്ള ടോപ്പിക്കിലെ ഡിസ്കഷൻ കേട്ടുള്ളവർക്കും ഈ ഉത്തരം അറിയായിരിക്കും. എന്താണ് മടലേറൽ എന്നുള്ളത്? മടലേറല് സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ് മടലേറൽ എന്നുള്ളത്. ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സംഘകാലത്തെ സത്യാഗ്രഹ രീതി. അപ്പൊ സത്യാഗ്രഹ രീതി എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും അവകാശം നേടിയെടുക്കാനോ മറ്റോ സമരം ചെയ്യുന്നതാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ സംഭവം അതൊന്നല്ല കേട്ടോ. അപ്പോ സംഘകാല ജീവിതത്തിലെ ഒരു യുവാവിന് ഒരു യുവതിയോട് പ്രണയം തോന്നുകയാണ്. അപ്പോൾ അവൾ പ്രണയം നിരസിക്കുകയാണ്. എന്താണ്? എനിക്ക് പ്രണയം സ്വീകരിക്കാനല്ല, എനിക്ക് താങ്കളെ ഇഷ്ടമല്ല എന്ന് പെൺകുട്ടി പറയുകയാണ് എങ്കിൽ യുവാവ് എന്ത് ചെയ്യും? ചെക്കൻ എന്ത് ചെയ്യും? അവളുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് വലിയ മടലുകൾ കൂട്ടിയിട്ട് നല്ല ഹൈറ്റിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിരുന്ന് സത്യാഗ്രഹം ചെയ്യും. അതാണ് എന്ത്? മടലേറൽ എന്ന് പറയുന്ന സത്യാഗ്രഹ രീതി.
അപ്പൊ സംഘകാലത്തെ സത്യാഗ്രഹ രീതിയാണ് മടലേറല്. അപ്പൊ സംഘകാലവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു വെക്കാനുണ്ട്. അതുപോലെ അന്നത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വാക്കുകൾ അതെന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിക്ക പരീക്ഷാ പേപ്പറുകളിലും ഇതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻസിലേക്ക് നമുക്ക് കടക്കാം. സംഘകാല ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തേത് കർപ്പാണ്. കളവും കർപ്പവും എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒന്നാണ്. അതിലെന്താണ് കർപ്പ്? യുവതി യുവാക്കൾ പരസ്പര അനുരാഗത്തിലായാൽ ബന്ധുമിത്രാദികളുടെ സമ്മതത്തോടു കൂടി നടക്കുന്ന വിവാഹമാണ് ഏത്? കർപ്പ്. അതായത് അറേഞ്ച്ഡ് മാരേജ് ആണ് കർപ്പ്. അപ്പൊ എന്തായിരിക്കും കളവ്? ബന്ധുമിത്രാദികളുടെ സമ്മതത്തോടു കൂടി അല്ലാതെ പരസ്പരം പ്രണയത്തിലായിട്ടുള്ള അനുരാഗികൾ ഒളിച്ചോടി വിവാഹിതരാകുന്ന സമ്പ്രദായമാണ് എന്ത്? കളവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കറുപ്പ്, എന്താണ് കളവ് എന്നുള്ളത് ചോദ്യം വരും. കറുപ്പും കളവും എന്തുമായി ബന്ധപ്പെടുന്നു എന്നത് ചോദ്യം വന്നാൽ എന്താണ് ഉത്തരം? വിവാഹവുമായി ബന്ധപ്പെടുന്നതാണ് കളവും കറുപ്പവും. അപ്പൊ കളവ് എന്ന് പറഞ്ഞാൽ ഒളിച്ചോടിയിട്ടുള്ള വിവാഹം, കറുപ്പം എന്ന് പറഞ്ഞാൽ അറേഞ്ച്ഡ് മാരേജ്, വീട്ടുകാരുടെ സമ്മതത്തോട് കൂടിയിട്ടുള്ള വിവാഹമാണ്. ഇനി അടുത്തത് മടലേറലാണ്. നമ്മൾ പറഞ്ഞു പ്രണയം നിരസിച്ചാലുള്ള സത്യാഗ്രഹ രീതിയാണ് മടലേറൽ എന്ന് പറഞ്ഞു. പ്രേമനൈരാശ്യം വന്ന നായകൻ പനമടൽ കൊണ്ട് നിർമ്മിച്ച പൊയ്ക്കാൽ കുതിരയുടെ പുറത്തേറി എരിക്കിൻ പൂമാലയണിഞ്ഞ് നായികാഭവനത്തിന് മുൻപിൽ മഞ്ഞും മഴയും വകവെക്കാതെ മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുന്ന ചടങ്ങാണ് മടലേറൽ എന്ന് പറയുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം. പ്രതിയോഗിയായ രാജാവിന്റെ ആയുധം മുതുകിലേറ്റാൽ രാജാവ് കയ്യിൽ വാളുമേന്തി വടക്കു ദിക്കിലേക്കും നോക്കി നിരാഹാര വ്രതം അനുഷ്ഠിച്ച് മരണമടയുന്ന ചടങ്ങാണ് വടക്കിരിക്കൽ എന്ന പേരിൽ അറിയുന്നത്. അപ്പൊ വടക്കിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് രണ്ട് രാജാക്കന്മാര് തമ്മില് യുദ്ധം ചെയ്യുന്നു. അപ്പൊ ഒരു രാജാവിന്റെ, പ്രതിയോഗിയായിട്ടുള്ള രാജാവിന്റെ ആയുധം വാളുകൊണ്ട് മുതുകിൽ മുറിവേറ്റാൽ, അതായത് മുതുകില് മുറിവേൽക്കുക എന്ന് പറയുന്നത് എപ്പോഴാണ്? പേടിച്ച് ഓടുമ്പോഴാണ് ചിലപ്പോൾ എന്ത്? മുതുകില് മുറിവേൽക്കുക. അപ്പൊ അത് ഭയങ്കര നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അത്തരത്തിലൊരു രാജാവിന് മുതുകില് മുറിവേറ്റാൽ ആ വാളുമേന്തി വടക്കു ദിക്കിലേക്ക് നോക്കി ആ രാജാവ് മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ച് മരണമടയുന്ന ആ ഒരു ദിനെയാണ് വടക്കിരിക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് കുരവൈക്കൂത്താണ്. കുരവൈക്കൂത്ത് എന്തുമായി ബന്ധപ്പെടുന്നു? യുദ്ധവുമായി ബന്ധപ്പെടുന്നതാണ്. യുദ്ധത്തിൽ രാജാവോ സേനോ നായകനോ വധിക്കൽപ്പെട്ടാൽ ഉടൻ യുദ്ധം നിർത്തി കുരവൈക്കൂത്ത് എന്ന യുദ്ധനൃത്തം നടത്തും. അപ്പൊ യുദ്ധവുമായി ബന്ധപ്പെടുന്നതാണ് കുരവൈക്കൂത്ത്. രാജാവോ സേനോ നായകനോ മരണമടഞ്ഞാലാണ് കുരവൈക്കൂത്ത് എന്ന യുദ്ധനൃത്തം നടത്തുന്നത്. ഇനി തുണങ്കൈക്കൂത്തും അമലയും യുദ്ധരംഗത്തെ മറ്റു പ്രധാനപ്പെട്ട നൃത്തരൂപങ്ങളാണ് തുണങ്കൈക്കൂത്തും അമലയും. അപ്പൊ അമല എന്നുള്ളത് യുദ്ധരംഗത്തുള്ള നൃത്തരൂപമാണ് അമല, തുണങ്കൈക്കൂത്ത് എന്നിവ. ഇനി കുരവൈക്കൂത്തിലും തുണങ്കൈക്കൂത്തിലും പങ്കെടുക്കുന്ന നർത്തകിമാരാണ് വിറലികൾ എന്നറിയപ്പെടുന്നത്. വിറലികൾ എന്നറിയപ്പെടുന്നത് എന്താണ്? കുരവൈക്കൂത്തിലും തുണങ്കൈക്കൂത്തിലും പങ്കെടുക്കുന്ന നർത്തകിമാരാണ് വിറലികൾ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സംഘകാലത്തെ സമരദേവതയാണ് കൊറ്റവൈ. കൊറ്റവൈയാണ് സംഘകാലത്തെ സമരദേവത. പല ചോദ്യപേപ്പറുകളിലും ചോദിച്ചു കണ്ടിട്ടുള്ള ഒന്നാണിത്. അടുത്തത് തൊടാക്കാഞ്ചിയാണ്. പോർക്കളത്തിൽ വെച്ച് മുറിവേൽക്കുന്ന ഭടന്മാരെ പ്രേതം ബാധിക്കാതിരിക്കാനായി ഭാര്യ അടുത്തു തന്നെ ഇരുന്ന് ശുശ്രൂഷിക്കുന്ന രീതിയെയാണ് തൊടാക്കാഞ്ചി എന്ന് പറയുന്നത്. ചിലമ്പു കഴി നോൻപാണ് മറ്റൊരു ചടങ്ങ്. അതായത് വിവാഹ ദിവസം വധു ധരിച്ചിരിക്കുന്ന കാൽത്തള മാറ്റി പകരം വരൻ നൽകുന്ന തള ധരിക്കുന്ന ചടങ്ങിനെയാണ് ചിലമ്പു കഴി നോൻപ് എന്ന് പറയുന്നത്. അപ്പൊ സംഘകാല ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം ചടങ്ങുകള്, രീതികള്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പറയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുത്ത് പഠിക്കേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം അവതാരികയുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണിത്. നിങ്ങൾക്കറിയാം, മുൻകാല ചോദ്യപേപ്പറുകൾ റെഫർ ചെയ്യുന്നവരാണ് വെച്ചെങ്കിൽ കൃത്യമായിട്ട് ഇന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ് എന്നുള്ള ചോദ്യം വരാറുണ്ട്. കൃതികൾ തന്നിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് പേരുകൾ കൊടുക്കും. അപ്പൊ ആ കൃതിക്ക് അവതാരിക എഴുതിയ വ്യക്തികളുടെ പേരായിരിക്കും. ഒരു വട്ടം ഒരു പരീക്ഷാ പേപ്പറിൽ അത്തരത്തിലൊരു ചോദ്യം വന്നിട്ട് ഒരു സ്റ്റുഡന്റ് വന്ന് ചോദിച്ചു, ടീച്ചറെ ഇതെന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഇത് തമ്മിൽ എന്താണ് ബന്ധം? അതായത് ഒരു സൈഡിൽ കവിതകളാണ് കൊടുത്തിരിക്കുന്നത്,
അപ്പുറത്തെ സൈഡില് ആ കവിതകൾക്ക് അവതാരിക എഴുതിയ വ്യക്തികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുട്ടി ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഇത് തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ്. കവിത എഴുതിയ ആളുകളുടെ പേരല്ല അപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്യും? അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ഈ കവിതകൾക്ക് എഴുതിയ അവതാരികൾ എഴുതിയ വ്യക്തികളുടെ പേരാണ്, അവതാരികകൾ എഴുതിയ വ്യക്തികളുടെ പേരാണ് എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യവും നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചോദ്യം നോക്കൂ, പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? പി കുഞ്ഞിരാമൻ നായരുടെ പ്രസിദ്ധമായിട്ടുള്ള കവിതയാണ് കളിയച്ഛൻ. കളിയച്ഛൻ എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ MP പോൾ, ഓപ്ഷൻ ബി കേസരി എ ബാലകൃഷ്ണപിള്ള, ഓപ്ഷൻ സി NV കൃഷ്ണവാര്യർ, ഓപ്ഷൻ ഡി CJ തോമസ്. പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി NV കൃഷ്ണവാര്യരാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി NV കൃഷ്ണവാര്യരാണ് പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ഛൻ എന്ന കവിതയ്ക്ക് അവതാരിക എഴുതിയത്. അപ്പൊ മലയാളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ചില കൃതികളും അവയ്ക്ക് വന്നിട്ടുള്ള അവതാരികകളുമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള കൃതികൾ മാത്രമാണ് ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രമിക്കണം. മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളും ആ കൃതികൾക്ക് അവതാരിക എഴുതിയത് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കൃതികളെയാണ് നമ്മൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നളിനിക്ക് അവതാരിക എഴുതിയത് ആരാണ്? കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് അല്ലെങ്കിൽ ആമുഖം എഴുതിയത് AR രാജരാജവർമ്മയാണ്. നളചരിതം പ്രശസ്തമായിട്ടുള്ള അവതാരികയാണ് AR രാജരാജവർമ്മയുടെ ഗാന്ധാരതാരകം അവതാരിക. അപ്പൊ ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയ്ക്ക് AR രാജരാജവർമ്മയാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. അടുത്തത് രാമചന്ദ്രവിലാസമാണ്. ആരുടെ കൃതിയാണ് രാമചന്ദ്രവിലാസം? അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ രാമചന്ദ്രവിലാസത്തിന് AR രാജരാജവർമ്മ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരിക്കൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ AR രാജരാജവർമ്മ അവതാരിക എഴുതിയ കൃതികളുടെ ഗണം മാത്രം തിരഞ്ഞെടുക്കുക. അത്തരത്തിലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോ ഒരുമിച്ച് ഓർഡർ ആക്കി എഴുതി പഠിക്കുക. AR രാജരാജവർമ്മ അവതാരിക എഴുതിയ കൃതികൾ നളിനിയുണ്ട്, നളചരിതമുണ്ട്, പിന്നെ ഏതാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ മയൂര സന്ദേശമുണ്ട്. ഇനിയും അവതാരിക AR രാജരാജവർമ്മ അവതാരിക എഴുതിയ കൃതികൾ ഉണ്ട് കേട്ടോ. കപാലകുണ്ടല എന്ന് പറയുന്ന V കൃഷ്ണൻ നമ്പിയുടെ കൃതിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മയാണ്. സൗദാമിനി എന്ന് പറയുന്ന രാമക്കുറുപ്പിന്റെ കൃതിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് AR രാജരാജവർമ്മയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കൃതികൾ അധികം ചോദിച്ചു കണ്ടിട്ടില്ല എങ്കിലും ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇനി അടുത്തത് ചങ്ങമ്പുഴയുടെ രമണനെ അവതാരിക എഴുതിയത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. അടുത്തത് കണ്ണുനീർത്തുള്ളിയാണ്. നാലപ്പാട്ട് നാരായണ മേനോന്റെ കണ്ണുനീർത്തുള്ളിക്ക് അവതാരിക എഴുതിയത് കുട്ടിക്കൃഷ്ണമാരാരാണ്. ഇനി കേസരിയെ ബാലകൃഷ്ണപിള്ളയാണ് കടത്തുവഞ്ചിക്ക്, കടാമംഗലം പപ്പുകുട്ടിയുടെ കടത്തുവഞ്ചി എന്ന് പറയുന്ന കാവ്യത്തിന് അവതാരിക എഴുതിയത് കേസരിയെ ബാലകൃഷ്ണപിള്ളയാണ്. ഇനി ബാല്യകാലസഖി ആരുടെ കൃതിയാണ്? ബഷീറിന്റെ കൃതിയാണ്. MP പോളാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ്, വക്കൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായിട്ടുള്ള അവതാരിക ആരുടേതാണ്? MP പോളിന്റേതാണ്. വൈലാപ്പിള്ളിയുടെ കഞ്ഞിക്കൊയ്തിനെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കുട്ടിക്കൃഷ്ണമാരാരാണ്. വൈലോപ്പിള്ളിയുടെ കഞ്ഞിക്കൊയ്ത്തിനെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? കുട്ടിക്കൃഷ്ണമാരാരാണ്. ഇനി അടുത്തത് കളിയച്ഛൻ. കളിയച്ഛൻ ആരുടെ കൃതിയാണ്? പി കുഞ്ഞിരാമൻ നായരുടെ കൃതിയാണ് കളിയച്ഛൻ. NV കൃഷ്ണവാര്യരാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. കളിയച്ഛൻ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. ഓണപ്പാട്ടുകാർ. വൈലോപ്പിള്ളിയുടെ ഓണപ്പാട്ടുകാർ എന്ന് പറയുന്ന കാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് MN വിജയൻ മാഷാണ്. സുഗതകുമാര ടീച്ചറുടെ രാത്രിമഴയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് N കൃഷ്ണപിള്ളയാണ്. ഇനി അടുത്തത് ജീവിതപാത. ജീവിതപാത ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ്? ജീവിതപാത ആത്മകഥയാണ്. ആരുടെ ആത്മകഥയാണ് ജീവിതപാത? ചെറുകാടിന്റെ ആത്മകഥയാണ് അല്ലെ? EMS ആണ് അവതാരിക എഴുതിയിരിക്കുന്നത്. സ്വരരാഗസുധയ്ക്ക്, ചെങ്ങമ്പുഴയുടെ സ്വരരാഗസുധയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ SK നായരാണ്. കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയ്ക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ആറ്റൂരാണ്. ഇനി നീണ്ട കവിതകൾ, മലയാളത്തിലേക്ക് നീണ്ട കവിതകൾ എഴുതിക്കൊണ്ട് കടന്നു വന്നിട്ടുള്ള കവി ആരാണ്? NV കൃഷ്ണവാര്യരാണ്. NV കൃഷ്ണവാര്യരുടെ നീണ്ട കവിതകൾക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് CJ തോമസ് ആണ്. ഇനി അടുത്തത് ഉമാകേരളം. ഉള്ളൂരിന്റെ മഹാകാവ്യമായിട്ടുള്ള ഉമാകേരളത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. ആശാന്റെ ചണ്ടാല ഭിക്ഷുകിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് ഉള്ളൂരാണ്. പാവം മാനവ ഹൃദയം സുഗതകുമാര ടീച്ചറുടെ കവിതയാണ്. പാവം മാനവ ഹൃദയത്തിന് NV കൃഷ്ണവാര്യരാണ്
അവതാരിക എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് താമരത്തോണി, പി കുഞ്ഞിരാമൻ നായരുടെ താമരത്തോണിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത് CP ശ്രീധരനാണ്. ഇടശ്ശേരിയുടെ പുത്തൻ കലവും അരിവാളും എന്ന് പറയുന്ന കാവ്യത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് NV കൃഷ്ണവാര്യരാണ്. മണിനാഥം, ആരുടെ കവിതയാണ് മണിനാഥം? ഇടപ്പള്ളിയുടെ കവിതയാണ് മണിനാഥം. മണിനാഥത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് കേസരി A ബാലകൃഷ്ണപിള്ളയാണ്. ഇനി CN ശ്രീകണ്ഠൻ നായരുടെ പ്രസിദ്ധമായിട്ടുള്ള നാടകമാണ് ലങ്കാലക്ഷ്മി. അയ്യപ്പ പണിക്കരാണ് ലങ്കാലക്ഷ്മിക്ക് അവതാരിക എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് CV രാമൻ പിള്ളയുടെ ധർമ്മരാജ എന്ന് പറയുന്ന നോവലിനെ അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ K അയ്യപ്പ പണിക്കരാണ്. KJ ബേബിയുടെ മാവേലി മന്നത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? സച്ചിദാനന്ദനാണ്. ഇനി അടുത്തതും ഒരു നോവൽ തന്നെയാണ്. ഏതാണ്? ഉമ്മാച്ചു. ഉമ്മാച്ചുവിനെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? NP മുഹമ്മദ് ആണ്. ഉമ്മാച്ചുവിനെ അവതാരിക എഴുതിയിരിക്കുന്നത്, ഉറൂബിന്റെ ഉമ്മാച്ചുവിനെ അവതാരിക എഴുതിയിരിക്കുന്നത് NP മുഹമ്മദ് ആണ്. ഇനി കറുത്ത പക്ഷിയുടെ പാട്ട്, ആരുടെ കാവ്യമാണ് കറുത്ത പക്ഷിയുടെ പാട്ട്? ONV കുറുപ്പിന്റെ കവിതയാണ്. ആരാണ് അവതാരിക എഴുതിയിരിക്കുന്നത്? കറുത്ത പക്ഷിയുടെ പാട്ടിനെ ഉറൂബാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. കറുത്ത പക്ഷിയുടെ പാട്ടിനെ അവതാരിക എഴുതിയിരിക്കുന്നത് ആരാണ്? ഉറൂബാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. വാക്കുകൾ ചേക്കേറുന്ന ഇടം, റോസ്മേരിയുടെ കവിതയാണ്. KP അപ്പനാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. മഗ്ദലന മറിയം വള്ളത്തോളിന്റെ കാവ്യമാണ്. ചിത്രമെഴുത്ത് KM വർഗീസ് ആണ് മഗ്ദലന മറിയത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത്. ചോദ്യം വന്നിട്ടുണ്ട്. ഇനി നോവൽ സാഹിത്യം, MP പോളിന്റെ നോവൽ സാഹിത്യത്തിനെ എടമരത്ത് V സെബാസ്റ്റ്യൻ ആണ് അവതാരിക എഴുതിയിരിക്കുന്നത്. കുമാരനാശാന്റെ പ്രരോധനത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് നന്ദ്യാർ വീട്ടിൽ പരമേശ്വരൻ പിള്ളയാണ്. അപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കവിതകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കവിതകളും കഥകളും നോവൽ സാഹിത്യം പോലുള്ള കൃതികളും പ്രധാനപ്പെട്ട നോവലുകൾക്ക് അവതാരിക എഴുതിയത് ആരാണെന്ന് പറഞ്ഞു. ഇപ്പൊ CV രാമൻപിള്ളയുടെ ധർമ്മരാജയ്ക്ക് അവതാരിക എഴുതിയത് ആരാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആരാണ്? ധർമ്മരാജ എന്ന് പറയുന്ന CV രാമൻപിള്ളയുടെ കൃതിക്ക് ഡോക്ടർ K അയ്യപ്പ പണിക്കരാണ് അവതാരിക എഴുതിയിട്ടുള്ളത്. രാമരാജ ബഹാദൂറിന് അവതാരിക എഴുതിയിരിക്കുന്നത് ഡോക്ടർ K രാഘവൻ പിള്ളയാണ്. ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കണേ. ഉറൂബിന്റെ ഉമ്മാച്ചു പറഞ്ഞു അല്ലെ, ഉമ്മാച്ചുവിനെ NP മുഹമ്മദ് ആണ് അവതാരിക എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്നുള്ള നോവലിനെ അവതാരിക എഴുതിയിരിക്കുന്നത് M അച്യുതനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് വെച്ച് പഠിക്കേണ്ടതാണ്. പ്രധാനപ്പെട്ട അവതാരികൾ, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട അവതാരികകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. മറ്റൊരു പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ലേണേഴ്സ്.